വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മളെപ്പോഴും പോയിൻ്റ് ഓഫ് കൺട്രോൾ വെച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇന്നലെ പോയിൻ്റ് ഓഫ് കൺട്രോൾ വർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ ഏത് സ്ട്രൈക്കിലാണ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. ഇന്ന് നമുക്ക് ഡിസ്കോഡ് കാണാൻ പാടില്ല. ഡിസ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നിഫ്റ്റി സ്പാട്ട് ഫോർ എക്സാമ്പിളിനാണ് ഇത് പറയുന്നത്. നിഫ്റ്റി സ്പാട്ട് ഓപ്പണിന് താഴെയും നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പണിന് മുകളിലും ട്രേഡ് ചെയ്താൽ ഡിസ്കോഡ്. ഇതെങ്ങനെ വേണമാകാം. ഫോർ എക്സാമ്പിൾ, നിഫ്റ്റി സ്പാട്ട് ഓപ്പണിന് മുകളിലും നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പണിന് താഴെയും, അതായത് ഡേ ഓപ്പൺ ആകുന്ന സ്ഥലം, അതാണ് ഓപ്പൺ എന്ന് പറയുന്നത്, അതിൻ്റെ താഴെയും. സോ ഇതിന് ഡിസ്കോഡ് എന്ന് പറയും. ഇതൊരു 10, അതായത് ഇങ്ങനെ രാവിലെ ഓപ്പണായി ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് മുന്നേ അത് സോൾവ് ചെയ്താൽ, അവർ തന്നെ ഫ്രണ്ട്സ് ആയാൽ കുഴപ്പമില്ല, നമുക്കൊരു ഡയറക്ഷൻ കിട്ടും. ഇല്ലെങ്കിൽ വീണ്ടും ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഓപ്പണിൻ്റെ അടുത്ത് തന്നെ വരിക എന്നുള്ളതാണ്. ഡേ ഓപ്പണിൻ്റെ അടുത്ത് തന്നെ വീണ്ടും വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനർത്ഥം 10 മണിക്ക് മുന്നേ ഇത് സോൾവ് ചെയ്യണം, അവർ രണ്ടും ഫ്രണ്ട്ഷിപ്പ് ആകണം, അല്ലെങ്കിൽ വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇത് നിഫ്റ്റി ഫ്യൂച്ചർ ഡിസംബർ കോൺട്രാക്റ്റിൻ്റെ ചാർട്ടാണ്. നിങ്ങൾക്ക് തന്നെ റെഗുലറായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ കോൺട്രാക്റ്റ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം കണ്ടിന്യൂവേഷൻ ചാർട്ട് നോക്കാറില്ല. ആദ്യത്തെ ദിവസം നമ്മളിത് നിഫ്റ്റി ഫ്യൂച്ചർ ഡിസംബർ കോൺട്രാക്റ്റിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഡിസംബർ കോൺട്രാക്റ്റ് 26,000 മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. 26,000 മുകളിൽ തന്നെയാണ് ഇത് നമുക്ക് നിൽക്കുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, 26,000 മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു ഒബ്സർവേഷനാണ്. രണ്ടാമത്തെ ഒബ്സർവേഷൻ, ഒരു മൾട്ടി ഡേ ലോ 26,010 അവിടെ ഒരു മൾട്ടി ഡേ ലോ കിടപ്പുണ്ട്. അത് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് കുറച്ച് റിസ്കി പാർട്ടുള്ളത്. പക്ഷേ അത് ബ്രേക്ക് ചെയ്താൽ, നിങ്ങൾ ലെഫ്റ്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതെല്ലാം മൾട്ടി ഡേ ലോയാണ്. മൾട്ടി ഡേ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസത്തിൻ്റെ ലോ നവംബർ 14-ാം തീയതിയുള്ള ഒരു ലോ വച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്നൊരു നല്ലൊരു ബയ്യിങ് സ്ട്രെങ്ത്തോടു കൂടി നവംബർ 11-ാം തീയതി ബയ്യിങ് സ്ട്രെങ്ത്തോടു കൂടി നല്ലൊരു മുകളിലോട്ടുള്ളൊരു മൂവും നിഫ്റ്റി ഫ്യൂച്ചർ ഡിസംബർ കോൺട്രാക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് മൾട്ടി ലോ ബ്രേക്ക് ചെയ്താൽ വല്ലതും താഴോട്ട് വരുമോ, എങ്കിൽ ബ്രേക്ക് ചെയ്താൽ എന്തൊക്കെയാണ് നടക്കേണ്ടത്, അതൊക്കെ നടന്നാലാണ് ഫാൾ കിട്ടുക. അല്ലെങ്കിൽ മൾട്ടി ഡേ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രം ഫാൾ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ താഴോട്ട് പോകണമെന്നില്ല. സോ ഇന്ന് വന്നിട്ട് നമുക്ക് 128 മുതൽ 153 വരെയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. നോക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.